നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകം നക്ഷത്രക്കാരും മകം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും മകം നക്ഷത്രക്കാരുമായി ബന്ധുത കൂടാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേക കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിനു കാരണം മകം നക്ഷത്രക്കാരുമായി നിങ്ങൾ ഇടപഴകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. മകം നക്ഷത്രത്തിൽ പിറന്നവര് വളരെ സൗമ്യ ഭാവമുള്ളവരായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ നാളുകാർക്കുള്ള രണ്ട് സദ്ഗുണങ്ങൾ എന്ന് പറയുന്നത് ഗുരുത്വവും ഈശ്വരഭക്തിയുമാണ്. മകം നക്ഷത്രക്കാര് പൊതുവെ കഠിന മനസ്സുള്ളവരാണ്. മാതാപിതാക്കളെ കൂടുതലായി ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ഉള്ളവര്. ബുദ്ധിശക്തിയിലും വിജ്ഞാനത്തിലും ഈ നക്ഷത്രക്കാര് എപ്പോഴും മുൻപന്തിയിലായിരിക്കും. ആത്മാഭിമാനമൊക്കെ ഒരുപാട് കൂടുതലുള്ള ആളുകളാണ് മകം നക്ഷത്രത്തിൽ പിറന്നവര്. ഇവർ ആരെയും വകവയ്ക്കില്ല എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ ഇവര് എതിർക്കും. സൗമ്യ സ്വഭാവം ഉള്ളവരാണെങ്കിലും കോപം വന്നു കഴിഞ്ഞാൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഈ നക്ഷത്രക്കാർ വളരെ കഷ്ടപ്പെട്ട് ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നവരാണ്. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മാത്രമേ ഈ നാളുകാർ സംസാരിക്കുകയുള്ളൂ. ഇവർ ആരെയും പിണക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും മറ്റുള്ളവരെ അംഗീകരിക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ജന്മസ്ഥലം വിട്ട് താമസിക്കാനാണ് ഈ നക്ഷത്രക്കാർക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. സഹോദര സ്ഥാനീയരെ ഇവർ കൈയഴിച്ച് സഹായിക്കും. ഉന്നത വ്യക്തികളുമൊക്കെയായിട്ട് സൗഹൃദം നിലനിർത്താൻ ഈ നക്ഷത്രക്കാർ ശ്രമിക്കുന്നതാണ്. അളന്നു തൂക്കി മാത്രമേ ഈ നക്ഷത്രക്കാർ സംസാരിക്കുകയുള്ളൂ. മകം ഒരു ഗണ്ഡതാ ബന്ധിത നക്ഷത്രമാണ്. ആയില്യത്തിന്റെ അവസാനവും മകം നക്ഷത്രത്തിന്റെ ആദ്യവും ചേർന്നതാണ് ഗണ്ഡിതാ സന്ധി എന്ന് പറയുന്നത്. ഈ പാദത്തിൽ ജനിക്കുന്നവര് വലിയ ത്യാഗികളായിരിക്കും. സ്വാർത്ഥമതികളല്ലാത്ത ഈ നാളുകാർ ഔദ്യോഗിക ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സാംസ്കാരികമായിട്ടുള്ള മേന്മയും ദൃഢമായിട്ടുള്ള ദൈവവിശ്വാസവും ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ്. വിവാഹ ജീവിതം ഇവർക്ക് വിജയകരമായിട്ട് കണ്ടുവരുന്നു. ചുരുക്കം ചില ആളുകളിൽ വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അസാമാന്യ വ്യക്തിത്വം ഉള്ളവരായിരിക്കും. മകം പിറന്ന മങ്ക കുലം തുറന്നിരിക്കും എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അതായത് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വാഴുന്നിടത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് ചുരുക്കം. സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ഇവർ വളരെ മുൻപന്തിയിലായിരിക്കും. മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഗൃഹത്തിന് അലങ്കാരമായിരിക്കും. അസുരഗണത്തിൽ പെട്ട ഒരു നക്ഷത്രമാണ് മകം. മകം നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറിലാണ്. ജനനം കേതുർ ദശയിലാണ്. 3.5 വയസ്സുവരെ മകം നക്ഷത്രക്കാർക്ക് കേതുവും പിന്നീടുള്ള 20 വർഷം ശുക്രനും അടുത്ത 6 വർഷം ആദിത്യനും പിന്നീടുള്ള 10 വർഷം ചന്ദ്രനും അടുത്ത 7 വർഷം ചൊവ്വയും പിന്നീടുള്ള 18 വർഷം രാഹുവും അടുത്ത 16 വർഷം വ്യാഴവും പിന്നീടുള്ള 19 വർഷവും ശനിയുമാണ്. ഇങ്ങനെയാണ് മകം നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ പോകുന്നത്. മകം നക്ഷത്രവുമായി ഒരിക്കലും ചേരാത്ത നക്ഷത്രങ്ങൾ ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രട്ടാതി, രോഹിണി എന്നീ നാളുകളാണ്. ഇവരുടെ രത്നം മരതകമാണ്. നിറങ്ങള് ഓറഞ്ച്, പച്ച, ചുവപ്പ്. ഈ നക്ഷത്രക്കാരുടെ മൃഗം എലിയും പക്ഷി ചകോരവും ആണ്. ഇത്രയുമാണ് മകം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും ഗുണങ്ങളും. പക്ഷേ ഇവരുടെ ജനന സമയമനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിൽ അറിയിക്കാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.